ഗുഡ് മോർണിംഗ്. അപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ആയിരിക്കില്ല, എനിക്കിപ്പോൾ ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ യൂട്യൂബിനോട് ഡൗട്ട് ചോദിക്കുന്നതെന്ന്. അപ്പം അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഐഡിയ ആണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പുതിയ യൂട്യൂബ് തുടങ്ങിയിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ടീം നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കിയ സമയത്ത് എന്തോ നോക്കുന്നത് ഇവിടെ വീഡിയോ എടുക്കാനുള്ള ഒരു സമയമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറ്റുന്നത് ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കിയ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ഒരു സംഭവം അറിയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മളെ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഇടയ്ക്കൊരു ഇത് മറന്നു പോയിട്ടോ. ആദ്യം എനിക്ക് ഉപകാരപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ഞാൻ റീയൂസ്ഡ് കണ്ടന്റ് വന്ന സമയത്ത് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ ഒരു തോന്നല് അത് വേണം, നമുക്ക് അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്താന്നുള്ളതിൽ ഞാൻ ആ ഡിലീറ്റ് ആയിപ്പോയ വീഡിയോ എങ്ങനെ എടുക്കാന്നുള്ളത് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് അത് മനസ്സിലാവുന്നത് കേട്ടോ. അതിനെനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ടീം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയ ശേഷം എനിക്ക് ടാക്സിൻ്റെ നമ്മൾ അതിൽ ഫില്ല് ചെയ്ത് കൊടുത്ത് എല്ലാം റെഡിയാക്കേണ്ട ആവശ്യമുണ്ട്. അത് അപ്രൂവ് ആയി കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എനിക്കത് അപ്രൂവ് ആവുന്നുണ്ടായിരുന്നില്ല. ഇൻ പ്രോഗ്രസ് ആയിരുന്നു 3 ദിവസമൊക്കെ ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ യൂട്യൂബ് ടീമുമായിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും അവർ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം എനിക്കത് സ്ക്രീൻ റെക്കോർഡായി ചെയ്യാൻ അറിയില്ല. ഞാൻ എല്ലാ വീഡിയോയും പറയുന്ന പോലെ എനിക്ക് സ്ക്രീൻ റെക്കോർഡാക്കി എനിക്ക് ചെയ്ത് കാണിക്കാൻ എനിക്കറിയില്ല. അപ്പം നമ്മൾ എല്ലാവരെയും ഫോണിലുണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ പുതിയ യൂട്യൂബ് തുടങ്ങിയവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അറിയുന്നവർ മൈൻഡാക്കണ്ട. പിന്നെ യൂട്യൂബ് ഇല്ലാത്തവർക്ക് ഇത് ഇതാവണമെന്നില്ല. അപ്പം നമ്മൾ ക്രോമിൽ കയറിയിട്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റ് നടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെത് ക്രോമിൽ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്തെ മേലെ ഇങ്ങനെ കുറേ ഐക്കണുള്ള സൈഡ് നോക്കി കഴിഞ്ഞാൽ മെസ്സേജിൻ്റെ ചിഹ്നമുള്ളൊരു ഇത് കാണാം. അപ്പോൾ അതിൽ നമ്മൾ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ തന്നെ നമ്മൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പം നമ്മൾ ആവശ്യങ്ങൾ എന്താണോ നമ്മൾ പറയുക. അപ്പം ഇംഗ്ലീഷിലാണ് കേട്ടോ. അപ്പം അവർ നമ്മളെ നമുക്ക് അവർ തന്നെ മെസ്സേജ് അയക്കും. ആ മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് മെസ്സേജ് അയക്കും. അപ്പം നമ്മൾ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ആവശ്യം അത് അവർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അവർക്ക് പറ്റുമെങ്കിൽ അവർ പറയും, പറ്റില്ലെങ്കിൽ അവർ പറ്റില്ല എന്ന് പറയും. അപ്പം ആദ്യം എനിക്ക് വീഡിയോ ഡിലീറ്റ് ആയ സമയത്ത് ഞാനിങ്ങനെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പം ആദ്യം ഒരാൾ കണക്ട് ചെയ്തു. ഇനി കമ്പ്യൂട്ടർ സിസ്റ്റം ബേസ് ആണോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതാക്കുന്നതാണോ എന്നറിയില്ല, യൂട്യൂബ് ടീം തന്നെ. അങ്ങനെ ആദ്യം കണക്റ്റ് ആയ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് അയച്ചു. പിന്നെ ഞാൻ രണ്ടാമത് പിന്നെ മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു ലിങ്ക് വന്നിട്ട് പറഞ്ഞു ഇതിലേക്ക് നിങ്ങൾ ഈ മെയിൽ അയച്ചിട്ട് യൂട്യൂബ് ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നമുക്ക് പറഞ്ഞ ആ സജഷൻ ചെയ്ത പോലെയാണ് ഞാൻ പിന്നെ യൂട്യൂബ് ടീമുമായിട്ട് ഞാൻ മെയിൽ അയച്ചപ്പോൾ എനിക്ക് ആ വീഡിയോ 2 ദിവസം കൊണ്ട് ആ ഒരു ദിവസം കൊണ്ട് തന്നെ തിരിച്ചു കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ തന്നെയാണ് ടാക്സിൻ്റെ ആപ്ലിക്കേഷൻ ഇതാക്കിയിട്ട് എനിക്ക് അപ്രൂവ് ആവാത്ത സമയത്ത് ഞാൻ അവരുടെ അടുത്ത് അതൊരാളായിട്ടാണ് കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം അവർ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം, കുറേ ദിവസമായി നോക്കുന്നത് റെഡി ആവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇത് റെഡി ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ അതെനിക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ യൂട്യൂബ് ടീമിനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല റെസ്പോണ്ടാണ് അവരുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും അവർ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് അവർ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ യൂട്യൂബ് ഉള്ളവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട്, നിങ്ങളെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അവരുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് അവർ ചെയ്തു തരുന്നതാണ്. പിന്നെ അതല്ല എനിക്ക് മോണിറ്റൈസ് ആവുന്ന മുന്നേ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പറയുന്നുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മെസ്സേജ് അയക്കാൻ മോണിറ്റൈസ് ആയ ശേഷമേ പറ്റുന്നുള്ളൂ എന്ന്. പക്ഷേ എനിക്കത് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം ചിലപ്പോൾ വാട്സപ്പ് കംപ്ലീറ്റ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയത്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് മെസ്സേജ് അയച്ചു നോക്കാം. നമ്മൾ ക്രോമിൽ കയറി കഴിഞ്ഞാൽ ക്രോം ബ്രൗസറിൽ കയറി യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കയറി ചോദിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ. നീ എന്താ കുറേ നേരമായിട്ട് വിളിക്കുന്നു?